ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ആലുവയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകൾ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുന്നു. വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ എന്താണ്? വേണു, ഇന്നലെ തന്നെ സംയുക്ത സമരസമിതി നിലപാട് വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ പ്രതിഷേധത്തിന് പിന്നോട്ടില്ല. ഗതാഗത വകുപ്പ് കൃത്യമായ നിലപാട് തങ്ങളോട് അനുകൂലമായി സ്വീകരിച്ചില്ലെങ്കിൽ സമരം തുടരാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ഇന്നിതാ ആലുവയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഈ സ്ഥലത്താണ് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുന്നത്. അവിടെ ആളുകളോട് തന്നെ ഇക്കാര്യങ്ങൾ ചോദിക്കാം. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം? പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നതിനാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ നടപടികളുമായി മുന്നോട്ട് വരികയാണെങ്കിൽ, ഞങ്ങൾക്ക് ജീവിതമാർഗത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും തരികയാണെങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നതായിരിക്കും. സർക്കാർ എടുക്കുന്ന നടപടികൾ ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇത് ഞങ്ങളോടുള്ള ഒരു വെല്ലുവിളിയല്ല, പൊതുജനങ്ങളോടാണ്. ഒന്നും അറിയാത്ത കുട്ടികൾ വന്നിരിക്കുമ്പോൾ വെയിലത്തും മഴയത്തും കഷ്ടപ്പെട്ട്, അങ്ങനെയാണെങ്കിൽ ഇത്രയും നാളെ സർക്കാർ നടത്തിയിരുന്ന ഡ്രൈവിംഗ് ലൈസൻസുകളെല്ലാം തന്നെ ഈ നിയമങ്ങൾ അനുസരിച്ചല്ലേ നടത്തിയതെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുകയാണ്. ഞങ്ങൾ ലൈസൻസ് കൊടുക്കുന്നില്ല. ഞങ്ങൾ ലേണേഴ്സിന്റെ ടെസ്റ്റിന്റെ ഫീസ് അടിച്ച് ഒരു കുട്ടിയെ പഠിപ്പിച്ച് ടെസ്റ്റ് ഗ്രൗണ്ടിൽ കൊണ്ടുവരുമ്പോൾ നടത്തപ്പെടുന്നതാരാ? സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണ്. ആ ഉദ്യോഗസ്ഥർ ലൈസൻസ് കൊടുക്കുമ്പോൾ ഇത്രയും നാളും കൊടുത്തിരുന്ന ലൈസൻസ് സത്യസന്ധമായിരുന്നില്ലേ എന്ന് ഞങ്ങൾ തന്നെ അവിശ്വസിക്കുകയാണ്. അപ്പൊ സർക്കാർ പൊതുജനങ്ങളെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അത് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ലൈസൻസ് തന്നതിന് ശേഷമാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ ആരും അനധികൃതമായി ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയവരല്ല. സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടി ലൈസൻസ് തന്നിട്ട് തന്നെയാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. അവർ പറയുന്ന ഏത് രീതിയിലും ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. പക്ഷേ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാകുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വേണു, അതാണ് സ്ലോട്ടുകളുടെ എണ്ണം 40ലേക്ക് പരിമിതപ്പെടുത്തിയത് പൊതുജനങ്ങൾക്ക് ഗുണകരമാകില്ല. അത് ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മാത്രമാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് അവർ പറയുന്നു. ഒപ്പം വിവിധ വിഷയങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അത് പ്രതിഷേധം തുടരാൻ തന്നെയാണ് നിലവിൽ തീരുമാനം. ശരി, ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം തുടരുകയാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.